കേന്ദ്ര സർക്കാരിന്റെ പിഎം ശ്രീ സ്കൂൾ പദ്ധതിയുമായി യുഡിഎഫ് സർക്കാർ മുന്നോട്ടു പോകുന്നതിനെതിരെ കടുത്ത സമ്മർദ്ദവുമായി മുസ്ലിം സംഘടനകൾ. ഇരുവിഭാഗം സമസ്തകളും പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിൽ അതൃപ്തി അറിയിച്ചു. പിഎം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നാണ് സമസ്തയുടെ നിലപാട്. പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഉപസമിതിയുടെ റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം നിലപാട് പറയുമെന്ന് സമസ്ത അധ്യക്ഷന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. അധികാരത്തിലേറിയാല് പദ്ധതി നടപ്പാക്കില്ലെന്ന മുൻ നിലപാടില് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. ജനങ്ങൾക്കും ചരിത്ര സത്യങ്ങൾക്കും എതിരാണ് പിഎം ശ്രീയെങ്കില് അതില് നിന്നും പിൻവാങ്ങേണ്ടതാണെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. അതേസമയം യുഡിഎഫ് നിലപാട് രാഷ്ട്രീയ സത്യസന്ധതയെ തകർക്കുന്നതാണെന്ന് സമസ്തയുടെ പോഷക സംഘടനയായ എസ്വൈഎസ് ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം ആരോപിച്ചു. നേരത്തെ പിണറായി വിജയന് സർക്കാർ മുന്നണിയില് പോലും ചർച്ച ചെയ്യാതെ ഈ പദ്ധതിയിൽ ഒപ്പിട്ടിരുന്നു. എന്നാല് ഇതിനെതിരെ കേരളം ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തിയപ്പോൾ ഒടുവില് കേന്ദ്രത്തിന് കത്തയച്ച് കേരളം പദ്ധതിയിൽ നിന്നും പിന്മാറിയതാണ്. 1 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അങ്ങനെയൊരു പദ്ധതിയുമായാണ് പുതിയ സർക്കാർ വീണ്ടും മുന്നോട്ടു പോകുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മുൻ സർക്കാർ പിന്മാറിയ ഒരു കേന്ദ്ര പദ്ധതിയുമായി ജനവികാരം മാനിക്കാതെ യുഡിഎഫ് സർക്കാർ വീണ്ടും മുന്നോട്ടു പോകുന്നത് രാഷ്ട്രീയ മര്യാദയ്ക്ക് നിരക്കാത്തതാണെന്ന് റഹ്മത്തുള്ള സഖാഫി എളമരം പറഞ്ഞു. ഈ ജനവിരുദ്ധ നിലപാട് തിരുത്താന് യുഡിഎഫ് മുന്നണിയില് ആരുമില്ലേയെന്ന് മതേതര കേരളം ചോദിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരിക്കുമ്പോൾ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കരുതെന്ന് എസ്കെഎസ്എസ്എഫും വ്യക്തമാക്കി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കരാറിനെ ശക്തമായി എതിർത്തു. സംഘപരിവാറിന് വഴങ്ങുന്നുവെന്ന ആരോപണങ്ങളില് മറുപടി പറയേണ്ടത് സർക്കാരാണ്. പിഎം ശ്രീ കേരള സാഹചര്യത്തില് ഉൾക്കൊള്ളാന് കഴിയില്ലെന്നും എസ്കെഎസ്എസ്എഫ് സെക്രട്ടറി ഒ.പി. അഷ്റഫ് പറഞ്ഞു. പിഎം ശ്രീയില് രാഷ്ട്രീയ പോര് കടുക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കാനാണ് എൽഡിഎഫ് തീരുമാനം. പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണെങ്കില് പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങാനാണ് തീരുമാനം. പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളും സർക്കാരിനെതിരെ രംഗത്തുണ്ട്. പിഎം ശ്രീയില് സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് എഐഎസ്എഫ്, എവൈഎസ്എഫ് എന്നിവർ വിളിച്ച സംയുക്ത വാർത്താസമ്മേളനത്തില് ആരോപിച്ചു. മുൻപെതിർത്ത പദ്ധതി സ്വന്തം വകുപ്പിലൂടെ നടപ്പാക്കുന്നതില് പ്രതിരോധത്തിലാണ് മുസ്ലിം ലീഗ്. അതേസമയം എത്രമേൽ സമ്മർദ്ദമുണ്ടെങ്കിലും പദ്ധതിയിൽ നിന്നും ഏകപക്ഷീയ പിന്മാറ്റം സാധ്യമല്ല. കഴിഞ്ഞ എൽഡിഎഫ് സർക്കാർ ഒപ്പിട്ട പിഎം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിലെ പ്രധാന ഉപാധികളിലൊന്നുതന്നെ കരാറ് റദ്ദാക്കാനുള്ള അവകാശം കേന്ദ്രത്തിനു മാത്രമാണെന്നതാണ്. സർക്കാർ മാറിയാലും സംസ്ഥാനത്തിന് പദ്ധതിയിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാനോ കരാറ് റദ്ദാക്കാനോ കഴിയില്ലെന്നു വ്യക്തം. പിന്നെ യുഡിഎഫ് സർക്കാരിന് മുന്നിലുള്ളത് 2 വഴികളാണ്. ധാരണാപത്രം അനുസരിച്ച് പദ്ധതി നടപ്പാക്കുക, അടുത്ത വർഷത്തോടെ അവസാനിക്കുന്ന പദ്ധതി നടപ്പാക്കുന്നത്, തുടർ നടപടികളില്ലാതെ നീട്ടിക്കൊണ്ടുപോകുക എന്നിവയാണ് മാർഗം. രണ്ടാമത്തെ വഴിയാണെങ്കില് വിദ്യാഭ്യാസ പദ്ധതികൾക്കുള്ള കേന്ദ്ര ഫണ്ട് തുടർന്നും തടസ്സപ്പെടും. അതിനാല് രാഷ്ട്രീയമായി എതിർക്കുന്ന കേന്ദ്ര പാഠ്യപദ്ധതി കേരളത്തില് ഒഴിവാക്കണമെന്നതടക്കമുള്ള ഉപാധികളോടെ പിഎം ശ്രീ നടപ്പാക്കാമെന്ന നിലപാടില് യുഡിഎഫ് സർക്കാർ എത്തിച്ചേരുകയായിരുന്നു. ഇതിനായി സംസ്ഥാനം മുന്നോട്ടുവയ്ക്കുന്ന 2 ഉപാധികളും നിലവില് കേന്ദ്രം അംഗീകരിച്ചതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ NEP മാതൃകാ കേന്ദ്രങ്ങളായാണു പിഎം ശ്രീ സ്കൂളുകളെ കേന്ദ്രം വിഭാവനം ചെയ്യുന്നതെങ്കിലും കേന്ദ്ര സിലബസ് വേണമെന്നു നിർബന്ധമില്ല. നിലവില് പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനങ്ങളില് അതത് ഇടത്തെ സിലബസും സംസ്ഥാന ബോർഡ് പരീക്ഷയും തന്നെയാണ്. പദ്ധതിക്കുള്ള സ്കൂളുകളെ തിരഞ്ഞെടുക്കാനുള്ള വിലയിരുത്തല് നടത്തേണ്ടതും സംസ്ഥാനം നിയോഗിക്കുന്ന സമിതിയാണ്. അതിനാല് ഈ 2 കാര്യങ്ങളിലും പുതിയ സർക്കാർ മുന്നോട്ടുവയ്ക്കുന്ന ഉപാധികളില് തർക്കത്തിന് സാധ്യതയില്ല. പിഎം ശ്രീ പദ്ധതി നടപ്പാക്കുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ നയം സംസ്ഥാനത്താകെ നടപ്പാക്കണമെന്നാണു ധാരണാപത്രത്തിലെ മറ്റൊരു വിവാദ ഉപാധി. എന്നാൽ അത് പിഎം ശ്രീ സ്കൂളുകളിൽ മാത്രമാണോ അതോ എല്ലാ സ്കൂളുകളിലുമാണോ എന്നതില് വ്യക്തതയില്ല. പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനങ്ങളില് NEP കർശനമായി നടപ്പാക്കിയിട്ടുമില്ല. സ്കൂൾ തലങ്ങളുടെ ഘടനാമാറ്റം, 1ാം ക്ലാസ് പ്രവേശന പ്രായം, 6 വയസ്സാക്കല് എന്നിവയാണ് NEPക്ക് വേണ്ടിവരുന്ന പ്രധാന മാറ്റങ്ങള്. ഇതില് 6 വയസ്സ് പരിധി അടുത്ത അധ്യയന വർഷം നടപ്പാക്കാന് എൽഡിഎഫ് സർക്കാർ തന്നെ തീരുമാനിച്ചിരുന്നു. NEP നിർദ്ദേശിക്കുന്ന പല ഘടകങ്ങളുകൂടി പരിഗണിച്ചാണ് പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണവും നടന്നത്. NEPയില് അനുകൂലിക്കാവുന്ന കാര്യങ്ങളുമുണ്ടെന്നായിരുന്നു കഴിഞ്ഞ എൽഡിഎഫ് സർക്കാരിന്റെയും നിലപാട്. പിഎം ശ്രീ ഉപാധികളോടെ നടപ്പാക്കാമെന്ന നിലപാട് ഭരണമുന്നണിയായ യുഡിഎഫിനെയും പ്രതിപക്ഷത്തുള്ള എൽഡിഎഫിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നതാണ്. നിയമപരമായി പിന്മാറാനാകില്ലെന്നു ചൂണ്ടിക്കാട്ടിയാണു യുഡിഎഫ് സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതെങ്കിലും അത് പ്രതിപക്ഷത്തായിരുന്നപ്പോഴത്തെ നിലപാടിൽ നിന്നുള്ള മലക്കമ്മറിച്ചിലാണെന്ന് ആരോപണം ഉയർന്നുകഴിഞ്ഞു. എന്നാൽ പദ്ധതി ഒപ്പിട്ടത് തങ്ങളുടെ ഭരണകാലത്താണെന്നത് എൽഡിഎഫിനെയും പ്രതിരോധത്തിലാക്കുന്നു. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയന് ഡൽഹിയില് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും സന്ദർശിച്ചതിനു പിന്നാലെ നടന്ന രഹസ്യ ഒപ്പിടല് ഡീലാണെന്ന ആരോപണം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനടക്കം ഉന്നയിച്ചിരുന്നു. അതേ ഡീല് ആരോപണത്തിന്റെ മുന കോൺഗ്രസിന് നേരെ തിരിക്കുകയാണിപ്പോൾ പ്രതിപക്ഷം.